ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ടോപ്പിക്ക് ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ ഇന്ത്യ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും 10 മാർക്ക് essay ഒക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ ഇന്ത്യ. പുരാവസ്തുശാസ്ത്രം മനുഷ്യൻ്റെ ഭൂതകാലത്തെ ഭൗതിക അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഇന്ത്യയിൽ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ ചരിത്രം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആരംഭിച്ച് ഇന്ന് ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വളരെ വികസിച്ച ഒരു പഠനശാഖയായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, നഗരവികസനം, മതം, സാമ്പത്തിക ജീവിതം എന്നിവ മനസ്സിലാക്കുന്നതിൽ പുരാവസ്തുശാസ്ത്രത്തിന് നിർണായക സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ പുരാവസ്തു പഠനത്തിൻ്റെ തുടക്കം വില്യം ജോൺസ് സ്ഥാപിച്ച ഏഷ്യാറ്റിക് സൊസൈറ്റിയോടു കൂടിയിട്ടാണ്. വില്യം ജോൺസ് ഇന്ത്യയുടെ പുരാതന ഭാഷകൾ, സാഹിത്യം, ശിലാശാസനങ്ങൾ, സംസ്കാരം എന്നിവ പഠിക്കാൻ തുടക്കം കുറിച്ചു. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പുരാവസ്തു ഖനനത്തേക്കാൾ ശിലാശാസനങ്ങളുടെയും സ്മാരകങ്ങളുടെയും പഠനത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടു. ഇതിൻ്റെ ആദ്യ ഡയറക്ടർ ജനറലായി അലക്സാണ്ടർ കണ്ണിങ്ഹാം നിയമിതനായി. അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന് വിളിക്കുന്നു. കണ്ണിങ്ഹാം ഇന്ത്യയിലെ ബൗദ്ധ സ്മാരകങ്ങൾ, ശിലാശാസനങ്ങൾ, നാണയങ്ങൾ എന്നിവ ശാസ്ത്രീയമായി പഠിക്കുകയും സാരാനാഥ്, സാഞ്ചി, തക്ഷശില തുടങ്ങിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. 1902 മുതൽ 1928 വരെ ജോൺ മാർഷൽ ASIയുടെ ഡയറക്ടർ ജനറലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 1921-22 ഹാരപ്പ, മോഹൻജദാരോ എന്നീ കേന്ദ്രങ്ങൾ ഖനനം ചെയ്യപ്പെടുകയും ലോകത്തിലെ ഏറ്റവും പുരാതന നഗര സംസ്കാരങ്ങളിലൊന്നായ ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടെത്തപ്പെടുകയും ചെയ്തത്. ഇത് ഇന്ത്യൻ ചരിത്ര പഠനത്തിൽ വലിയ വഴിത്തിരിവായി. 1944 മോർട്ടിമർ വീലർ ഇന്ത്യയിൽ പുരാവസ്തു ഖനനത്തിന് ശാസ്ത്രീയ സമീപനം കൊണ്ടുവന്നു. അദ്ദേഹം അവതരിപ്പിച്ച ഗ്രിഡ് സിസ്റ്റം, സ്ട്രാറ്റിഗ്രാഫിക്കൽ എക്സ്കവേഷൻ, സയന്റിഫിക് റെക്കോർഡിംഗ് ഇവ ഇന്നും പുരാവസ്തു ഖനനത്തിൻ്റെ അടിസ്ഥാന രീതികളാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ പുരാവസ്തു ഗവേഷകർ നിരവധി പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തി. BB ലാൽ, SR റാവു, K രാജൻ, ഐരാവത മഹാദേവൻ എന്നിവർ പ്രധാന ഗവേഷകരാണ്. ലോത്തൽ, ദൊലവീര, കാലിബംഗൺ, കീഴടി, പട്ടണം, അരിക്കമേടു എന്നിവയൊക്കെയാണ് ഇവർ ഉത്ഖനനം നടത്തിയ പ്രധാനപ്പെട്ട സൈറ്റുകൾ. ഇന്ന് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. കാർബൺ 14 ഡേറ്റിംഗ്, പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ്, തെർമോലുമിനിസെൻസ് മെത്തേഡ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GIS, റിമോട്ട് സെൻസിംഗ്, മറൈൻ ആർക്കിയോളജി, അണ്ടർ വാട്ടർ ആർക്കിയോളജി എന്നിവയൊക്കെ ഉപയോഗിച്ച് പുരാവസ്തു കേന്ദ്രങ്ങളുടെ കാലവും സ്വഭാവവും കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഇന്ത്യയുടെ ചരിത്രാതീത കാലം, ഹാരപ്പൻ സംസ്കാരം, വൈദിക കാലം, സംഘകാലം, മെഗാലിത്തിക് സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള അറിവ് പ്രധാനമായും പുരാവസ്തു ശാസ്ത്രത്തിലൂടെയാണ് ലഭിച്ചത്. അതിനാൽ ഇന്ത്യൻ ചരിത്രരചനയിൽ പുരാവസ്തു ശാസ്ത്രത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്.